കുറച്ച് നെയ്യലുവ ഉണ്ടാക്കിയാലോ? ഞാൻ വീഡിയോ എടുക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ എടുക്കാത്തതുകൊണ്ട് മുഴുവൻ പ്രോസസ്സും കിട്ടിയിട്ടില്ല. പക്ഷേ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ഗോതമ്പ് പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതെടുക്കാനായിട്ട് 1 കപ്പ് ഗോതമ്പ് മാവ്, ഞാനിവിടെ ഈ കപ്പിലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ട് അത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒരല്പം ഉപ്പ് ചേർത്തിട്ട് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ച് വെക്കണം. കുഴച്ചിട്ട് അതേ സെയിം കപ്പിൽ തന്നെ 5 കപ്പ് വെള്ളം ചേർത്തിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1.5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അതിനുശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എടുത്ത് നന്നായിട്ട് ഞവിടി പിഴിഞ്ഞെടുക്കണം ആ മാവ്. അപ്പോൾ ആ മാവിൻ്റെ ചണ്ടി മാത്രമായിട്ട് അതിൻ്റെ പാല് മുഴുവൻ നമുക്ക് കിട്ടും. അതെടുത്ത് നേരെ ഒന്നും ചെയ്യേണ്ട, ഫ്രൈങ് പാനിലേക്ക് അല്ലെങ്കിൽ ഉരുളിയിലേക്കോ ഏതെങ്കിലും ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി എടുക്കണം. വെള്ളം വറ്റി കുറുകി വരുന്നതിനനുസരിച്ച് ഇത് ഈ പരുവായി വരും. എനിക്ക് മുഴുവൻ പ്രോസസ്സും കിട്ടിയിട്ടില്ല. കുറുകി വന്ന് ഏതാണ്ട് സെറ്റ് ആവുന്നതിന് മുമ്പായിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒരുപാടാവരുത്, കാരണം അലുവ പരുവായി കഴിയുമ്പോൾ നെയ്യ് വിട്ടുവരും. അതിനുശേഷം ചൂടോടെ ഏതെങ്കിലും പാത്രത്തിൽ ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് അതേ പാത്രത്തിൽ അതുപോലെ തന്നെ വെച്ചിരുന്നു. അതുകൊണ്ട് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും സാധനം പറയാതെ വയ്യ, വേറെ ലെവലാണ്. നമ്മളിത് വായിലേക്ക് ഇട്ടാൽ, ബാക്കിയുള്ള അലുവകൾ പോലെയല്ല, വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാക്കിലിങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെ ഒരു ഫീലാണ്. പറയാൻ മറന്നുപോയി, ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക. പിന്നെ ഏലക്ക വേണമെന്നുള്ളവർക്ക് ഓപ്ഷനാണ്. ഞാനിതിൽ ബ്രൗൺ ഷുഗറും നെയ്യും പിന്നെ ആൾമണ്ട് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. വേറെ ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റുള്ള, വായിലിട്ടാൽ ഇതുപോലെ അലിഞ്ഞു പോകുന്ന നല്ല അടിപൊളി കിണ്ണം കാച്ചിയ അലുവ നമുക്കുണ്ടാക്കിയെടുക്കാം.